ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ സ്കൂളിൽ മക്കളെ വിടുന്നത് വരെയുള്ള നല്ലൊരു തിരക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. വെളുപ്പിനെ 4:30 അലാറം വെച്ചതാണ്. അലാറം ഓഫ് ചെയ്തൊരു 10 മിനിറ്റ് കൂടെ കിടന്നുറങ്ങി. സത്യം പറഞ്ഞാൽ അലാറം അടിക്കുമ്പോൾ മടിയാണ് എഴുന്നേക്കാനായിട്ട്. എന്നാലും എഴുന്നേക്കാതെ പറ്റത്തില്ലല്ലോ. രാവിലെ കഞ്ഞിയും കറിയും എല്ലാം വെച്ച് വേണം സ്കൂളിൽ വിടുവാനായിട്ട്. അതിൻ്റെ കൂടെ നല്ലതുപോലെ ജലദോഷവും പനിയും തലവേദനയൊക്കെയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കാണിച്ച് ഗുളികയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അത് പതിയെ മാറി വരുള്ളൂ. അതുപോലെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് രാവിലെ 10 മിനിറ്റ് താമസം എഴുന്നേറ്റ് വന്നതുകൊണ്ട് തന്നെ ആദ്യം ഗ്യാസിലാണ് കഞ്ഞിക്ക് വെള്ളം വെച്ചത്. അത് തിരിച്ച് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ കഞ്ഞി ശരിക്കും വേവുന്നില്ലെന്നാണ് മക്കൾ പറയുന്നത്. ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ആദ്യം വെന്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ അരി പോലെ ആവുകയാണ്. അത് അടുപ്പിൽ വെക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ച് അരി ഇടാനായിട്ടുള്ള പരിപാടിയിലാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വെളിയിലിടാൻ പറ്റുന്നത്. അതെല്ലാം ചെറിയ മഴയൊക്കെ ഉണ്ട്. വെളിയിലോട്ട് ഇറങ്ങി കത്തിക്കുന്നത് പാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വെക്കാനായിട്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ട് കിടക്കാനായിട്ട് മറന്നുപോയി. തലവേദനയൊക്കെ കാരണം നേരത്തെ കിടക്കുമായിരുന്നു ഇന്നലെ. ഇവിടെ കുറച്ച് ചെറുപയർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. 1, 2, 3 വിസിലടിച്ചാൽ മതി, വെന്ത് കിട്ടിക്കോളും. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരുന്നെങ്കിൽ ഒറ്റ വിസിലും മതിയായിരുന്നു. പെട്ടെന്ന് തന്നെ വേകുന്നതാണ് ചെറുപയറൊക്കെ. ഇത് തലേ ദിവസം വെള്ളത്തിലിടാത്തതുകൊണ്ട് മാത്രമാണ് 2-3 വിസിൽ വേണ്ടി വരുന്നത്. അങ്ങനെ അരി ഇട്ടു. തോരനും ഉള്ളതൊക്കെ റെഡിയാക്കിയിട്ട് 5 മണിയായപ്പോഴത്തേനും ഇനി നമസ്കരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് കയറിപ്പോയി. കൂടെ കുക്കുമോളെയും വിളിച്ചുണർത്തണം. അവൾക്ക് പഠിക്കാനും നമസ്കരിക്കാനും ഒക്കെ ഉള്ളതാണ്. രാവിലെ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അരി തിളയ്ക്കാനായിട്ട് താമസം കാണിച്ചു. ഞാൻ ഇട്ടിട്ട് പോയതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു. ഗ്യാസയിലെടുത്ത് വെച്ച് തിളപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ട് അടുപ്പിൽ വെച്ചാൽ മതിയോ എന്ന് പോലും ചിന്തിച്ചു പോയി കുറച്ച് നേരത്തേക്ക്. എന്താണേലും 10 മിനിറ്റ് കൂടെ നോക്കാമെന്ന് കരുതി കാക്കുവിനും എനിക്കുമൊക്കെ ഓരോ കടുങ്കാപ്പി ഇട്ട് എടുത്തു. എനിക്ക് കടുങ്കാപ്പി ഒന്നും നിർബന്ധമില്ല. എന്നാൽ തൊണ്ടയ്ക്ക് വേദന കാരണം യാതൊരു രക്ഷയില്ല. അല്പം ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് നല്ല ചൂട് കടുങ്കാപ്പി ഇട്ടെടുത്തതാണ്. നല്ല ചൂട് ചെല്ലുമ്പോൾ തൊണ്ടയ്ക്കൊരു ആശ്വാസം കിട്ടുമല്ലോ. അതുകൊണ്ട് മാത്രം തിരിഞ്ഞ കൊടുങ്കാപ്പിയൊക്കെ പെട്ടെന്ന് കുടിച്ചത് അടുക്കളയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി പയറുതോരനുള്ള അരപ്പടിയാക്കി എടുക്കാനായിട്ട് അതിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഞാനൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഒന്ന് ഇടിച്ചെടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് കൈക്ക് തിരുമ്മി എടുക്കുമായിരുന്നു. ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെറുപയർ തോരൻ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചതയ്ക്കാനും അരയ്ക്കാനും ഒന്നും നിന്നില്ല. നേരെ ഇങ്ങനെ തിരുമ്മി എടുത്തിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. അരപ്പൊക്കെ സെറ്റായ ശേഷം കുക്കറൊന്ന് തുറന്നിട്ട് ആ വെന്ത പയറിലേക്ക് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് തട്ടിപ്പൊത്തി തിരിച്ച് കുക്കർ അടച്ചു വെക്കും. ആ ഒരു ചൂടിലിരുന്ന് ആ അരപ്പ് വെന്തോളും. വേറെ പ്രത്യേകിച്ച് ചൂടാക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. ഒന്നാമത്തെ കാര്യം സമയമില്ല, അടുത്ത പണി ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ടേസ്റ്റാണ്. പിന്നെ അല്പം പോലും എണ്ണ ഇതിലൊഴിക്കുന്നില്ല. ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ എടുക്കുന്ന ഒരു തോരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട്. എണ്ണ ചേർത്തില്ലെന്നോർത്ത് ടേസ്റ്റ് കുറവൊന്നും ഇല്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല അടിപൊളിയാണ്. ഇനി ചോറ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ ഉണക്കമീൻ കൂടി ഒന്ന് വറുത്തെടുക്കണം. കാക്കൂന് നിർബന്ധമാണ് ചോറ് കൊണ്ടുപോകുമ്പം പൊതിക്കകത്ത് ഉണക്കമീൻ വറുത്തത് വേണം. ഉണക്കമീനൊക്കെ വെട്ടി തേച്ച് കഴിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് കപ്പയാണ് കാപ്പിക്ക് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്നാൽ ഒരു ഉണക്കമീൻ എടുത്ത് കറി വെക്കാവുന്ന അടിപൊളി ടേസ്റ്റില്ല ഉണക്കമീൻ കറിയും കപ്പ വേവിച്ചതും കൂടി. അങ്ങനെ ഒരു ഉണക്കമീൻ മാത്രം എടുത്ത് വളരെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഉണക്കമീനെല്ലാം വറക്കാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി പുരട്ടി കൊടുത്ത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഉണക്കമീൻ വറുത്ത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. അപ്പോൾ കൊണ്ടുപോകാനുള്ള കറികളൊക്കെ ഏകദേശം സെറ്റായി. ഇത്രയൊക്കെ തന്നെ മതി. ഇനി രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടിയാണ് നോക്കുന്നത്. കപ്പ വേവിക്കാനായിട്ട് കപ്പയൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. 1 കപ്പ മതി കേട്ടോ. 1 കപ്പയെന്ന് പറയുമ്പോൾ തന്നെ 1 കിലോ അടുത്ത് വരും. ഞാനും മക്കൾ മാത്രമേ ഉള്ളൂ. രാവിലെ കാപ്പിക്ക് കാക്കുമില്ല. കാക്കുവിന് കൊണ്ടുപോവുകയും വേണ്ട കാപ്പി. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഓരോ കഷ്ടകാലമാണ് കേട്ടോ. കപ്പ പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ കത്തി ഒടിഞ്ഞു പോയി. അതുപോലെ തന്നെ രാവിലെ ഒരു ചില്ലുകുപ്പി വീണ് പൊട്ടിപ്പോയി. സാമ്പാർ പൊടി ഇട്ട് വെച്ചിരുന്നായിരുന്നു. സാമ്പാർ പൊടി തീർന്നപ്പോൾ ഞാനൊന്ന് കഴുകി വെച്ചു ഇന്നലെ രാത്രിയിൽ. ഞാൻ കണ്ടില്ല. രാവിലെ എഴുന്നേറ്റ് കൊട്ടയ്ക്കകത്തിരിക്കുമായിരുന്നു. കൈ ഒന്ന് വലിച്ചപ്പോഴത്തേക്ക് അതും താഴെ വീണ് പൊട്ടിപ്പോയി. രാവിലെ കഷ്ടകാലം മാത്രമാണ് കേട്ടോ. അങ്ങനെ ഓരോ പണി ചെയ്യുന്ന തിരക്കിനിടയിലും കാക്കുവിന് പോകാനായിട്ട് ഏകദേശം സമയമായി വന്നുകൊണ്ടേ ഇരുന്നു. അങ്ങനെ കഞ്ഞി വെന്തോ നോക്കാൻ വന്നതാണ്. അത്യാവശ്യം കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവുള്ള അരിയല്ല, എങ്കിലും അത്യാവശ്യം വേവുണ്ട്. അതുപോലെ തീ പിടിക്കുവാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടും. അങ്ങനെ ഇവിടെ എന്തായാലും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേറെ വേവുള്ളത് കൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടത്. അങ്ങനെ അരിയൊക്കെ ഊറ്റി വെള്ളം വാർന്നു പോകുന്ന സമയം കൊണ്ട് ഞാൻ കപ്പയുടെ ബാക്കി നോക്കാനായിട്ട് വന്നു. ഇത് വേറെ പിച്ചാത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പിച്ചാത്തി കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ കപ്പ അരിഞ്ഞൊപ്പിച്ചെടുത്തു കേട്ടോ. അല്ലാതെ യാതൊരു നിവൃത്തിയില്ല.
ഇല്ലായിരുന്നു. കപ്പ ശരിക്കും എനിക്ക് കൊത്തിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിടിക്കുന്ന പിടിവശമാണ് പോയേക്കുന്നത്, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറെ കത്തി വാങ്ങിക്കാനേ നിവർത്തിയുള്ളൂ. അങ്ങനെ കപ്പയൊക്കെ കൊത്തിപ്പറക്കി ഞാൻ വെളിയിൽ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. കഞ്ഞി ഊറ്റിയത് കൊണ്ട് തന്നെ അടുപ്പ് കാലിയായിരുന്നെങ്കിൽ അവിടെ നിന്ന് വേവട്ടെന്ന് കരുതി. ഇനി കാക്കുവിന് പോകാനായിട്ട് ദാണ്ട ഇലയൊന്ന് വാട്ടിയെടുക്കുകയാണ്, ചോറ് പൊതിഞ്ഞ് കെട്ടാനായിട്ട്. കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത പറമ്പിൽ ഒരു വാഴക്കൊല വെട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇല ഒരുപാടുണ്ടായിരുന്നു, ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കാക്കുവിന് ചോറ് കൊടുത്തു വിടാനായിട്ട്. സാധാരണ ഞാൻ അടുപ്പിലാണ് ഇലയൊന്ന് വാട്ടിയെടുക്കാറ് പതിവ്. ഇന്ന് സമയം പോയതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് കത്തിച്ച് പെട്ടെന്നൊന്ന് ഇല വാട്ടിയെടുക്കുന്നത്. രാവിലത്തെ തിരക്കിനിടെ ഈ വീഡിയോയും കൂടെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ സമയം വേണം. എന്നിട്ടും ഞാൻ അത്രമേൽ റിസ്ക് എടുത്ത് എങ്ങനെയെങ്കിലും വീഡിയോ കൂടി ഷൂട്ട് ചെയ്തെടുക്കും കേട്ടോ. ഡെയിലി വീഡിയോ ഇടണ്ടേ. ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടല്ലോ, അതെനിക്ക് ഉറപ്പാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രമേൽ റിസ്ക് എടുക്കും. ഞാനിവിടെ വാഴയിലയിൽ ചോറ് പൊതിഞ്ഞെടുക്കുമ്പോൾ ആദ്യം വാഴയിലേക്ക് ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിൻ്റെ കൂടെ അല്പം ഉപ്പ് കൂടി ഒന്ന് വിതറി കൊടുത്ത് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കും. ആ തൂത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചോറിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ കിട്ടുവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈക്ക് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതാ ചൂട് ചോറും കൂടെ വെച്ച് കൊടുക്കും. ഈ വെളിച്ചെണ്ണയും ഉപ്പും തീരുമാനമായിട്ട് അമ്മച്ചിയാണ് എന്നെ പഠിപ്പിച്ചത്. അമ്മച്ചി നേരത്തെ ഞങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ ചോറ് കെട്ടിത്തരുമ്പോൾ, സ്കൂളിലല്ല കേട്ടോ, കോളേജിൽ പോകുമ്പോഴാണ് കൂടുതലും ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ കിട്ടും കഞ്ഞിയും പയറും ഒക്കെ. അപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് ചോറ് വിളമ്പി തന്നുകൊണ്ടിരുന്നത്. നല്ല ടേസ്റ്റാണ് ഉച്ചയ്ക്ക് ഈ ചോറ് തിന്നുവാനായിട്ട്. അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ കാക്കൂര് വാഴയിലെ പൊതിയുമ്പോൾ എന്നും ഇങ്ങനെ തന്നെയാണ് കെട്ടി കൊടുക്കുന്നത്. ഇവിടെ പയറ് തോരൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം എടുത്താൽ മതി, പച്ചച്ചൊവയൊന്നും ഉണ്ടാകുകയില്ല. അരപ്പൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതാണ്ട് അതുകൂടി സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കുന്നത് ഉണക്കമീൻ വറുത്തതാണ്. അതും ഒരു ചെറിയ കഷ്ണം വാഴയിലേക്കകത്ത് പൊതിഞ്ഞാണ് വെക്കുന്നത്. ഉച്ചയ്ക്ക് തുറക്കുമ്പോൾ ഉളുമ്പൊന്നും ഇല്ലാതിരിക്കാനും തണുത്ത് പോകാതിരിക്കാനും ഒക്കെ ഒരുപാട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് മാങ്ങ അച്ചാറാണ്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ദാണ്ട മുളക് പൊട്ടിച്ചതാണ് കേട്ടോ. ഇന്നലെ രാത്രി കഞ്ഞിക്ക് വേണ്ടി പൊട്ടിച്ച മുളകാണ്. മുളക് പൊട്ടിച്ച ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തേങ്ങാ ചമ്മന്തി അരച്ചേനെ. കാക്കുവിൻ്റെ ജീവനാണ് ഈ മുളക് പൊട്ടിച്ചത്. തേങ്ങാ ചമ്മന്തിയേക്കാളും ഏറെ ഇഷ്ടം ഈ വറ്റൽ മുളക് പൊട്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതുകൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഈ പൊതി അഴിക്കുമ്പം വെളിച്ചെണ്ണ ഉപ്പും തിരുമിയേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇലയുടെ വാടിയ ഒരു മണവും ആ വെളിച്ചെണ്ണ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളി ഒരു ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളിങ്ങനെയല്ല പൊതി കെട്ടുന്നെങ്കിൽ ഒന്ന് കെട്ടി നോക്കിക്കോ. ഈ ഒരു പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. സാധാരണ പൊതിച്ചോറിന് നല്ല ടേസ്റ്റാണ്, അതിനുകൂടി നല്ലതുപോലൊരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റായിട്ടെങ്കിലും ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണേ. സാധാരണ ചോറ് കെട്ടുമ്പോൾ ഇത്രയും പേപ്പർ ആവശ്യമില്ല, എന്നാൽ ഇലപ്പൊതി ആയതുകൊണ്ട് കുറച്ച് കട്ടിക്ക് വേണം ന്യൂസ് പേപ്പർ വെച്ച് പൊതിഞ്ഞ് കൊടുക്കാനായിട്ട്. എന്താണെങ്കിലും ഒരവ് വരും ഇലച്ചോറിൻ്റെ പൊതിക്ക്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടിക്കാണ് പേപ്പർ വെച്ച് പൊതിഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ രാവിലത്തെ വെപ്രാളം എന്ന് പറഞ്ഞാൽ കാക്കൂന് പൊതി കൊടുത്ത് വിടുന്നതാണ്. അത് ഏകദേശം കഴിഞ്ഞ് പൊതിയെല്ലാം റെഡിയായി. ഇനി കപ്പ വേവിക്കുന്നതിനുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിനി ഉണക്കമീൻ കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്നോർത്തു. അത് പച്ച തേങ്ങയുടെ അകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിന് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്കാണ് ഉണക്കമീൻ കഷ്ണങ്ങളിട്ട് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം ഇവിടെ ചട്ടിയിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വഴറ്റി എടുത്തിട്ട് കൊടുക്കുന്നതിലും ടേസ്റ്റാണ്. പച്ചക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ കറി വെച്ചെടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചക്ക് എടുത്ത് കറി വെക്കുന്നത്. അതുമല്ല കപ്പ വേവിച്ചതിന് എപ്പോഴും ഉണക്കമീൻ കറി ഇങ്ങനെ വെക്കുന്നതാണ് അടിപൊളി. ഇനി ഇതിലേക്ക് ആവശ്യമായ കുടംപുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പുളി മതി. അതുകൊണ്ട് 2 കഷ്ണം പുളിയേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. കണ്ടോ, ഇതാണ് രാവിലെ തകർത്തെടുത്ത ചില്ലു കുപ്പി. എനിക്ക് ആകെ സങ്കടമായിപ്പോയി. നല്ലൊരു കുപ്പിയായിരുന്നു പൊട്ടിപ്പോയപ്പം. ഇത് 2-3 കുപ്പി ഒരുമിച്ചുള്ളതായിരുന്നു. അപ്പം അതിലൊരു കുപ്പിയുടെ അടപ്പാണ് ആദ്യം പൊട്ടിപ്പോയത്. അതാണ്ട് ഇപ്പം കുപ്പി പൊട്ടിപ്പോയി. ഇപ്പം ശരിയായി. കുപ്പിയുടെ അടപ്പെടുത്ത് മറ്റേ കുപ്പിക്ക് അടയ്ക്കാം. എന്നാലും നല്ല കുപ്പിയായിരുന്നു, കാണുമ്പോൾ തന്നെ സങ്കടമാണ്. ഇതാണ്ട് കറി വെച്ചേക്കുന്നത് വിറകടുപ്പയിലാണ് കേട്ടോ. ഞാനിവിടെ കപ്പ വേവാൻ വെച്ചിരുന്നു. കപ്പയുടെ ലക്ഷണം കണ്ടിട്ട് വേവ് കേളെന്ന് തോന്നിയിരുന്നു, എങ്കിലും നല്ല 8ൻ്റെ പണിയാണ് കപ്പയിൽ എനിക്ക് കിട്ടിയത്. അത് മണിക്കൂർ അടുപ്പേ വെച്ചിട്ടും കപ്പ വെന്തേയില്ല, കരിമ്പ് പോലെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ കപ്പ എടുത്ത് കുക്കറിലേക്കാക്കി. കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിച്ച ശേഷമാണ് ഒന്ന് കുറച്ചെങ്കിലും വെന്ത് കിട്ടിയത്. എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത ശേഷം ഇവിടെ ഭർത്താവിനെ വന്ന് വിളിക്കണം കേട്ടോ. രാവിലെ വിളിക്കുന്നത് ഉണർത്തുന്നത് ഇച്ചിരി പാടുള്ള പണിയാണ്. സാധാരണ ദിവസങ്ങളിൽ ചാടി എഴുന്നേറ്റ് വരും, ചില ദിവസങ്ങളിൽ എഴുന്നേക്കത്തേ ഇല്ല. ആ ദിവസങ്ങളിൽ പാടാണ് നമുക്ക് ഉണർത്തി എടുക്കാനായിട്ട്. തക്കരക്കിളിയേ, ഇവിടെ പൊന്നിയേ, സമയം പോകുന്നടി. അതിന് കാപ്പ് കുടിക്കണ്ടേ? കാപ്പ് കുടിക്കണം, കുളിക്കണം. എന്നതാ കാപ്പിക്കല്ലേ ചോദിച്ചേ?
എന്നതാ എന്നാ കപ്പ വേവിച്ചതും ഉണക്കമീൻ കറിയും. ഇന്നത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്നലെ പൂരി ഉണ്ടായിരുന്നല്ലോ. എന്നും 10 മണിയുള്ളതല്ലേ അമ്മ ഉണ്ടാക്കി തരുന്നത്. ഓടിയോ കപ്പ ഇരിക്കുമായിരുന്നു, തീരണം ബാ. അങ്ങനെ ഫതയിനെയൊക്കെ ഒരുവിധം എഴുന്നേൽപ്പിച്ച് ദേണ്ട കുക്കറി വെച്ച ശേഷമാണ് കപ്പ ഒരുവിധമെങ്കിലും വെന്ത് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ വന്ന ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത് കുക്കറി വെക്കാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്നിപ്പം നന്നായി വെന്ത് കുഴഞ്ഞ് കിട്ടിയത്. അല്ലെങ്കിൽ കപ്പ വേവത്തില്ലായിരുന്നു, കരിമ്പ് പോലെ കിടക്കുമായിരുന്നു. ഇനി ദാണ്ട കറിക്കൊന്ന് താളിച്ച് കൊടുക്കണം. ദാണ്ട മീൻകറിയൊക്കെ പറ്റി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി കടുകൊന്ന് വറുത്തൊഴിച്ചാൽ മാത്രം മതി. മീൻകറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറി വന്ന ശേഷം അല്പം ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയി. അങ്ങനെ കപ്പയും കറിയൊക്കെ ആക്കി മക്കളെ സ്കൂളിൽ പോകാനുള്ളതൊക്കെ റെഡിയാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇരുത്തിയതാണ്. ഫതയിൻ്റെയും കുക്കുവിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട പാത്രമാണ് കേട്ടോ. തിരുവനന്തപുരത്തു നിന്നും കുട്ടിയമ്മ അവർക്ക് കൊടുത്തതാണ്. ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രത്തിൽ കഴിക്കാനായിട്ട്. കൂടുതലും അവർ രാവിലെ കാപ്പി കുടിക്കുന്നത് ഈ പാത്രത്തിലായിരിക്കും. അങ്ങനെ തന്നെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാനായിട്ട് സമയം പോയി കേട്ടോ. അക്കച്ചിപ്പെണ്ണ് ആദ്യം ഇറങ്ങിപ്പോയി. ഫത്ത കഥയൊക്കെ പറഞ്ഞ് പതിയെ ഇറങ്ങിപ്പോകുന്നതാണ്. എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ താഴെ വരെ ചെല്ലണ്ടെന്ന് തിരിഞ്ഞ് പറയുന്നു മക്കൾ. അങ്ങനെ ഞാൻ പോയില്ല കേട്ടോ. ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോൾ ശരീരവേദനയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നോക്കി നിന്നേ ഉള്ളൂ. അക്കച്ചിയുടെ കൂടെ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് ഫത്ത സലാം പറഞ്ഞു പോയി. അവർ താഴെ പോയി ഒരുപാട് നേരം ഒന്നും നിൽക്കേണ്ടി വരികയില്ല. അത്രയും താമസിച്ചാണ് ഇന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബസ് വരും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ പോകാഞ്ഞതും. മക്കൾ പോയി കഴിഞ്ഞ് ദാണ്ട അടുക്കളയൊക്കെ വൃത്തിയാക്കിയ ശേഷം കാപ്പിയൊക്കെ കുടിച്ച് കേട്ടോ. കുറച്ചേ ഉള്ളായിരുന്നു, പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കാനേ ഉള്ളായിരുന്നു. വൃത്തിയാക്കിയാണ് പണികൾ തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ 9 മണിയാകുന്നതിന് മുൻപ് എൻ്റെ പണികളെല്ലാം തീർന്നു. പിന്നെ ഇനി മുറ്റത്തെ നിരീക്ഷണവും പറങ്ങാണ്ടി പറക്കം അങ്ങനെ കുറച്ചൊക്കെ ഉള്ളൂ. ദാണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ നട്ടുകൊടുത്ത പച്ചക്കറിയൊക്കെ ഇവിടെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. പയറൊക്കെ ചെറുതായിട്ട് മുളച്ചു, ചീരയൊക്കെ മുളച്ച് വരുന്നു. അതൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. തലേ ദിവസം അരിഞ്ഞും പെറുക്കി ഒന്നും വെക്കാതെ കിടന്നാലും രാവിലെ എത്രയും പെട്ടെന്ന് പണികൾ തീർത്തതാണ് ഞാൻ കാണിച്ചത്. തലേ ദിവസം തന്നെ കുറച്ചൊക്കെ അരിഞ്ഞും പെറുക്കിയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. കുറച്ചെല്ലാം നല്ലതുപോലെ എളുപ്പമാണ്. ഇത്രയും സ്പീഡിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണ്ട. ഇത് ഉച്ചക്കത്തെ ഊണാണ് കേട്ടോ. ചോറും കപ്പയും മീൻകറിയും പയറ് തോരനും മീൻ വറുത്തതൊക്കെ ഉണ്ട്. ചോറിൻ്റെ കൂടെ അല്പം കപ്പയൊക്കെ ഇളക്കി തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചോറുണ്ണുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.